ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങളെന്ന് വെച്ചാൽ 2 വർഷം എന്തോ ആയി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഇപ്പം ലാസ്റ്റ് വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ ഏതോ ഒരു ബസ് മേടിക്കുന്നതാണ് നമ്മുടെ ഡയമണ്ട് ഹോളിഡേയ്സ്. അതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഇട്ടത്. അത് കഴിഞ്ഞ് നമ്മളിപ്പം ഒരു വീഡിയോ ഇടാൻ പോവാണ്. ഞാൻ കുറേ തപ്പി അപ്പോൾ ഗൈസ് ഒരു ചെറിയൊരു ടെക്നിക്ക് അങ്ങനെ ഒരു സംഭവം വരും. അതെന്തൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിട്ട് പോവാം. കാര്യം പറഞ്ഞ് ഞാൻ പോകുന്ന വഴി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ എല്ലാവർക്കും അത് അറിയായിരിക്കും, എന്നാലും ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ അതിൽ കാറ് കൊണ്ടുവന്ന വഴിയായിരിക്കും കാണിക്കുന്നത്. ഞാൻ അതിൽ ബസ് കൊണ്ടുവന്ന വഴിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ നെറ്റ് ഓഫ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് നെറ്റ് ഓഫ് ചെയ്ത് കളിക്കുന്ന ഇഷ്ടമല്ല. ഈ കുറേ ആഡ് വരും, പിന്നെ ഡിലേ ആകും. അതുകൊണ്ട് ഞാൻ നെറ്റ് ഓഫ് ചെയ്തേ കളിക്കത്തുള്ളൂ. ടൂർ മോഡിൽ നമ്മൾ നെറ്റൊക്കെ ഇടും. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അന്ന് ഞാനിതൊരു ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് വീഡിയോ ഇട്ടേക്കുന്നത്. മിക്കവാറും നമ്മുടെ റോൾ പ്ലേ തിരിച്ചു വരുമായിരിക്കും. റോൾ പ്ലേ നമ്മൾ പണ്ടത്തെ പോലെ ഇടുന്ന പോലെ നമ്മൾ പിന്നെയും തിരിച്ചു വരുമായിരിക്കും. അപ്പം നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇത് ചെയ്യുന്നതെന്തെങ്കിലും മറന്നു പോയിട്ടുണ്ട്, എന്നാലും നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഗൈസ്, മാരിയോ പുതിയ അപ്ഡേറ്റ് കുറച്ച് സംഭവമൊക്കെ എത്തുന്നുണ്ട്. നമ്മുടെ ബെല്ലാറിലും എല്ലാ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിലുള്ള പോലെ ഇതാ കണ്ടോ, നമ്മൾ ലൈറ്റ് അണക്കുമ്പോൾ ഇങ്ങനെ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങുന്ന ആണാടാ. അപ്പം നമുക്ക് വീഡിയോ കുറേ ലെങ്ത് ആക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്, നേരെ വണ്ടി എടുത്തങ്ങ് പോവാണ്. അപ്പം നിങ്ങൾ ഈ വഴി തന്നെ ഞാൻ പറയുമ്പോൾ തിരിഞ്ഞാൽ മതി. ഓക്കെ. ചെറുതായിട്ട് മഴ കൂടെ കയറി, അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യാനാ, ഞാൻ ബസ് വീട് കളിച്ചെന്ന് മറന്നുപോയി. സ്റ്റിയറിംഗ് ഒന്നും തിരിയുന്നു വരില്ല ഗൈസ്, എന്ത് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഞാൻ ഇടയ്ക്ക് കളിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് പേടി എന്തോ പറ്റി ഗൈസ്. വണ്ടി ഓടിക്കാൻ മര്യാദയ്ക്ക് പറ്റുന്നില്ല, എന്നാലും മാക്സിമം നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തെ റോൾ പ്ലേ പിന്നെ തിരിച്ചു കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും മതിയോ. സ്റ്റോറി റോൾ പ്ലേ എന്ന് വെച്ചാൽ ചില മനസ്സിലാക്കി കാണത്തില്ല. സ്റ്റോറി ടൈപ്പ് വീഡിയോസ് അത് ഇടണോ നിങ്ങൾ അതിടണോ, അല്ലെങ്കിൽ കുറേ നമുക്ക് സീക്രട്ട് സ്ഥലങ്ങളൊക്കെ നോക്കണോ, അങ്ങനത്തെ ബസ്സിൻ്റെ എല്ലാ സീക്രട്ട് സ്ഥലവും അതാണ് വിചാരിക്കുന്നത് എന്ന് പറയണേ. അപ്പം പിന്നെ നമ്മൾ അന്ന് നിങ്ങൾ ഇട്ട ബസ് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു, അതും കൂടി പറയാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഇപ്പം വഴി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. സ്ഥലം ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയി കാണും. വെയിറ്റ് ഞാൻ ഒന്ന് ബാക്കിലെടുത്താണ്. ഞാൻ പറഞ്ഞു തന്നപ്പോൾ അങ്ങ് ഫ്ലൂവൻറ്റിലങ്ങ് ചെയ്തു പോയി. ഞാൻ സ്ഥലം കാണിക്കാൻ മറന്നുപോയി. വഴി നിങ്ങളത് യൂട്യൂബേഴ്സിൽ കണ്ടു കാണും. എന്നാൽ അവർ കാണിക്കുന്നത് ഒരു ബസ്സല്ല, ഒരു കാറ് ഇതിൻ്റെ അകത്തൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പോലെയായിരിക്കും കാണിക്കുന്നത്. ഈ വഴി ഒരു കാറോ ബൈക്കോ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ ആയിരിക്കും കാണിക്കുന്നത്. ബസ് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടം വരെ നിങ്ങൾക്ക് വഴി അറിയാമെങ്കിൽ ഇവിടം വരെ നിങ്ങൾ വരണം. എന്നിട്ട് ഈ വഴി നമുക്ക് എന്തെങ്കിലും ബസ് കയറ്റാൻ വേണ്ടി വിടാം. ഇവിടെ നേരെ പോകണം. നേരെ പോയിട്ട് ഞാൻ പറയാം.
നേരെ പോയിട്ട് ഈ സിഗ്നൽ എത്തുമ്പോൾ ദാ ഫസ്റ്റ് അങ്ങോട്ട് പോയില്ല, നമ്മൾ സ്ലോ ആക്കി വേണം ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നേരെ പോകണം. അപ്പം കേട്ടോ കേട്ടാ, എന്നിട്ട് നിങ്ങൾ വല്ല പറപ്പിച്ച് പോവല്ലേ വെച്ചാൽ എന്താ, ഈ സ്ഥലമൊക്കെ സൂപ്പർ മാർക്കറ്റൊക്കെ എത്തുമ്പോൾ നിങ്ങൾ സ്ലോ ആക്കണം. പിന്നെ അതാ ഇവിടെ സിഗ്നലൊക്കെ ഉണ്ട്. ഈ ഒരു സ്ഥലത്താണ് നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി. നിങ്ങൾ ചിലപ്പം അതിനകത്തോട്ട് കാറ് പോയിട്ട് പിന്നെ ബസ്സിൽ കയറി കാണും നിങ്ങൾ. ഇതാരും ചെയ്തേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് തിരിയേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ നിന്ന് ഇതാ ഇങ്ങോട്ട് തിരിയണം. ഈ ഒരു സ്ഥലം പിന്നെ എന്തോ പറയുന്നത്, അപ്പോൾ ഈ സംഭവം അങ്ങനെ ഓർത്ത് വെച്ചാണ്. അതിനെന്തോ പറയുന്ന ഒരു ആഡിറ്റോറിയം പോലെ ഉണ്ട്. കണ്ടോ ഇങ്ങോട്ട് ഒരു കട ഉണ്ട്. ഈ സൈഡിലോട്ട് ഒരു വഴിയുണ്ട്. ഈ വഴി അങ്ങ് വരണം. ഈ വഴി ഇങ്ങനെ കയറി വരുമ്പോൾ ഈ വഴി ഇങ്ങനെ മന്ദമായിട്ട് കയറി വേണം. ഇങ്ങനെ പയ്യെ നമ്മൾ വരണം. ഇവിടുന്ന് നമ്മൾ സൂക്ഷിക്കണം, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ. ഇവിടുന്ന് നമ്മൾ ബസ് തിരിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കുളത്തിൽ പോയി അങ്ങ് വീഴും. നല്ല ഇറക്കമായതുകൊണ്ട് നമുക്ക് പിന്നെ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചെറിയ സ്ഥലമാണ്. ഈ വഴി കാറും വരാം, ഓട്ടോയും വരാം, ഏത് ബസ് വേണമെങ്കിലും വരാം. അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ കണ്ടോ നമ്മളിവിടെ എത്തി. ഇതാണ് റേസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഇവിടെ നിന്നാണ് റേസ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്ഥലം അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഒന്ന് കാണിച്ചേക്കാം. നമ്മളെന്തായാലും കാണിക്കില്ല. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരിക. അപ്പം ഇതാണ് ചിലപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ റേസ് നേരെ 150 അങ്ങ് 150 അത്യാവശ്യം സ്പീഡ് ഇങ്ങനെ അങ്ങ് പോവുക. അപ്പം നമുക്കിവിടെ കുളം ചാടാനുണ്ട്, എല്ലാം ചാടാനുണ്ട്. ഞാൻ ഈ വഴി മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ബാക്കി കൂടെ അങ്ങ് കാണിച്ചേക്കാം, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നുവെച്ചാൽ ഞാൻ ഇത് വീഡിയോ എടുത്തത് രാവിലെയാണ്, സൗണ്ട് കൊടുക്കുന്ന വൈകിട്ടാണ്. എന്നുവെച്ചാൽ ഞാൻ ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ രാത്രി വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഗെയിം കളിച്ച് വോയിസ് കൊടുത്ത് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റാൻഡിങ് വരും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂളായിട്ട് സംസാരിച്ച് പോകുന്നത്. അയ്യോ, ഇവിടുന്ന് ചാടണമല്ലോ. അപ്പോൾ ഗൈസ് ഇവിടെ വരെ അധികം സ്പീഡ് വരാൻ നിങ്ങൾ മറന്നു പോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ സ്പീഡ് വരാൻ മറന്നുപോയി, ഇല്ലെങ്കിൽ നമ്മളിവിടെ കൊക്കയിലടിച്ച് വീഴും. അപ്പോൾ ഞാൻ ഇവിടെ തേന്നിട്ടുണ്ട്. നോക്കട്ടെ, ബാക്ക് നല്ല പവർ ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കോട്ട് കയറിപ്പോവും, ഇല്ലെങ്കിൽ നമ്മൾ ബസ്സിന് നല്ല പിക്കപ്പ് ഉണ്ട്, നല്ല പുള്ളിയുണ്ട്, അതുകൊണ്ട് കയറുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ചാടിക്കാം. ചിലപ്പോൾ ചാടിക്കും എന്ന് വെച്ചാൽ ഇത് അടുത്തുനിന്ന് ചാടിക്കുന്നതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്, ഡൗട്ടുണ്ട്. മിക്കവാറും ചിലപ്പോഴേ ചാടത്തുള്ളൂ, എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ സൗണ്ട് എങ്ങനെ ഉണ്ട് നോക്കണം. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഈ മൈക്കിൽ തന്നെയാണ് കൈകാര്യം ചെയ്യാൻ, എന്നാലും മൈക്ക് എടുത്തിട്ട് ഇപ്പോൾ കുറേ ആയി. ഞാൻ ഇപ്പം വെറുതെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്തോ ക്വാളിറ്റിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ 100 എത്തി, 120 എത്തി, നല്ല സ്പീഡിൽ പോവാണ്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ് നിങ്ങൾ നോക്കുക. അയ്യോ, ജസ്റ്റ് തട്ടിയില്ലെന്ന് പോവുക. അപ്പോൾ ഞാൻ ഇവിടെ ഇടിച്ചാക്കി നിൽക്കുന്നത്, എനിക്ക് എന്നാലും ഉറപ്പാ. രക്ഷപ്പെട്ടു. ബസ് മറിഞ്ഞടിച്ച് വീണെന്നേ ഉള്ളൂ, വേറെ ഉറപ്പൊന്നുമില്ല.
ബസ് പറഞ്ഞടിച്ചു പിന്നെ. അപ്പം ഇതിൻ്റെ ബാക്കി ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതും പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം. സ്റ്റോറി ടൈപ്പ് ചിലപ്പം അടുത്ത ദിവസം തൊട്ട് വന്ന് ചിലപ്പോൾ പണ്ടത്തെ പോലെ എപ്പോഴും ഇടാൻ പറ്റത്തില്ലെങ്കിലും 2 ദിവസം ഇടവിട്ടെങ്കിലും ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. പഴയ പവർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ശരി എന്നാൽ ലവ് ആൻഡ് ബൈ.